ഹായ്, വെൽക്കം ബാക്ക് ടു സായ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ടിപ്പായിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ ഈ യൂണിഫോം ഒക്കെ കഴുകാൻ എടുക്കുമ്പോഴേ അതിൻ്റെ അത് പല കറകള് കാണാൻ പറ്റും അല്ലെ. ചിലപ്പം എന്താ വല്ല ചെളിയുടെ കറയോ എന്തെങ്കിലും കറ വന്നിട്ടുണ്ടെങ്കിൽ കുറേ ചെയ്തിട്ട് പോയില്ലെങ്കിൽ, യൂണിഫോം തന്നെയല്ല കേട്ടോ, വേറെ എന്തെങ്കിലും പാൻസിലോ ഷർട്ടിലോ എന്തിലെങ്കിലും കറ വന്നിട്ട് പോയില്ലെങ്കിൽ നമ്മള് ടോയ്ലറ്റ് കഴുകണ ലോഷൻ ഇല്ലേ, ആ ലോഷൻ ഡൈല്യൂട്ട് ചെയ്തെടുത്തിട്ട് അത് വെള്ളം ഡൈല്യൂട്ട് ചെയ്തെടുത്തിട്ട് അത് ഏത് ഭാഗത്താണോ കറ പിടിച്ചേക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഒഴിച്ചു കൊടുക്കുക. അവിടെ അപ്ലൈ ചെയ്തിട്ട് അത് നമ്മള് ഈ ബ്രഷ് ഇല്ലേ, ഒന്നില്ലെങ്കിൽ ടൂത്ത് ബ്രഷിന്റെ പഴയത് വല്ലതുണ്ടെങ്കിൽ അതിട്ട് ഉരക്കുക, അല്ലെങ്കിൽ നമ്മളുടെ വാഷിങ്ങിന് യൂസ് ചെയ്യുന്ന ബ്രഷ് ഉണ്ടല്ലോ അത് തേച്ച് നന്നായിട്ടൊന്ന് ഉരച്ച് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നും വേണ്ട, വെറുതെ ആ തുണി എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ റബ്ബ് ചെയ്യൂലേ, അങ്ങനെ റബ്ബ് ചെയ്താലും മതി. അപ്പൊ അങ്ങനെ റബ്ബ് ചെയ്യാൻ നേരത്ത് നന്നായിട്ട് റബ്ബ് ചെയ്ത് കുറച്ച് കഴിയുമ്പോ തന്നെ അത് പോയിട്ടുണ്ടാവും. ഞാൻ ഇന്നത് പരീക്ഷിച്ചായിരുന്നു. എന്റെ മോളുടെ യൂണിഫോം എടുത്തപ്പം അലക്കിയൊക്കെ കഴിഞ്ഞതാണ്, മടക്കി വെക്കാൻ നോക്കിയപ്പോഴാണ് അതിന്റെ അത് കറ ഇരിക്കണുണ്ട്. അപ്പോ എന്ത് ചെയ്യുമെന്ന് ഓർത്തപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയത്. പരീക്ഷണം സക്സസ് ആയി. വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, ഞാൻ പോയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ വീഡിയോയും എടുത്തില്ല. പക്ഷെ കറ പോയി കിട്ടി. അപ്പൊ എനിക്ക് എന്തായാലും അത് യൂസ്ഫുൾ ആയിട്ട് തോന്നി. പിന്നെ വേറൊരു കാര്യം കൂടി പറയണ്ടെന്ന് വെച്ചാല്, സാധാരണ നമ്മള് ഫ്ലോർ ക്ലീൻ ചെയ്യൂലേ, ഫ്ലോർ ക്ലീൻ ചെയ്യാൻ നേരത്ത് നമ്മള് ലോഷൻ ഒഴിക്കാറുണ്ട് അല്ലെ. ഞാൻ ലോഷൻ ഒഴിക്കണ കൂട്ടത്തില് കുറച്ച് നമ്മൾ ഈ ഡിഷ് വാഷിന്റെ ലിക്വിഡ് ഉണ്ടല്ലോ, അതൊരു തുള്ളിയും കൂടി ഒഴിക്കുക. അപ്പൊ അതും കൂടി ആവുമ്പോൾ നമുക്ക് അഴുക്ക് നന്നായിട്ട് വടിച്ചിങ്ങനെ പോന പോലെ നമുക്കൊരു ഫീൽ ഉണ്ടാവും. എന്ന് വെച്ചാൽ തുടയ്ക്കുമ്പോ നല്ലൊരു നല്ലൊരു ഫ്ലോർ ആയിട്ട് നമുക്ക് തോന്നും, നല്ല മിനുസം പോലെയൊക്കെ. ഇന്ന് ഞാൻ അത് വെച്ച് വേറൊരു പരീക്ഷണം ചെയ്തു. വേറെ ഒന്നുമല്ല, എന്തായാലും ഡ്രസ്സിൽ ഇങ്ങനെ ഡൈല്യൂട്ട് ചെയ്ത് ടോയ്ലറ്റ് ക്ലീനർ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോ അതിലെ കറ പോയല്ലോ. അപ്പൊ അതുപോലെ നമ്മളുടെ തറയിലും കറ പോയാലോ എന്ന് വിചാരിച്ച് കുറച്ച് ഡൈല്യൂട്ട് ചെയ്തത്, ഒന്നില്ലെങ്കിൽ ഡൈല്യൂട്ട് ചെയ്തത് എടുക്കുക, അല്ലെങ്കിൽ ഡൈല്യൂട്ട് ചെയ്യാത്തതാണെങ്കിൽ ഒരു ചെറിയൊരു ഡ്രോപ്പും കൂടി നമ്മള് ലോഷൻ ഓൾറെഡി ഒഴിക്കണമല്ലോ, ലോഷൻ ഒഴിക്കണ കൂട്ടത്തില് ഒരു ഡ്രോപ്പ് ടോയ്ലറ്റ് ക്ലീനറും കൂടി ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്ത് ഒന്ന് തുടച്ചൊന്ന് നോക്കിക്കണ്ടേ, നല്ല ക്ലീൻ മറ്റേ ഞാൻ സാധാരണ തുടക്കാനായിട്ടൊക്കെ എടുക്കുമ്പോ കുറേ നേരം എടുക്കും. കാരണം എന്താന്ന് വെച്ചാല് തറയിൽ അപ്പിടി പൊടിയൊക്കെ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടാവുമല്ലോ, അതൊക്കെ ഇങ്ങനെ പിന്നെ അതിരുന്ന് ഉരച്ച് എടുക്കാൻ നടക്കണം. ചിലപ്പോ മുടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ 100 പ്രാവശ്യം ഇരുന്ന് ഇങ്ങനെ വടിച്ച് അതും ഇതൊക്കെ ചെയ്യണം. പക്ഷെ ഈ ക്ലീനറും കൂടി ഒഴിച്ചു കഴിഞ്ഞപ്പോ ഉള്ള എന്ന് വെച്ചാല് പെട്ടെന്ന് തുടച്ചു കഴിഞ്ഞ് മറ്റേ നടക്കാൻ നേരത്താണെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്രതീതി. അപ്പോ ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, മസ്റ്റ് ആയിട്ടും. കാരണം എനിക്ക് തുടച്ചു കഴിഞ്ഞപ്പോ നല്ലൊരു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കറകളൊക്കെ പോയി, ഫ്ലോർ ആണെങ്കിലും ക്ലീൻ ചെയ്ത് കിട്ടി, യൂണിഫോം ആണെങ്കിലും കറയൊക്കെ പോയി കിട്ടി. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.